നമുക്ക് തക്കാളി കറി വയ്ക്കുന്നതായിരുന്നു നോക്കാം. ഇത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് നല്ല ചാറിൽ വെക്കുന്ന ഒരു കറിയാണിത്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു തക്കാളി ഞാൻ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതെന്തിനാണ് നമ്മളങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറി വയ്ക്കുമ്പോൾ കുറച്ച് തക്കാളി ഇങ്ങനെ ഉടയാണ്ട് കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 4 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഈ കറിയിലേക്ക് നമുക്ക് വെളുത്തുള്ളി വളരെ കുറച്ച് മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മുടെ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ കറിയിലേക്ക് ഗരം മസാലയും വളരെ കുറച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടുക്, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക്, വേപ്പിൻ്റെ ഇല, പിന്നെ തേങ്ങാപ്പാൽ. ഞാനിവിടെ 1 മുറി തേങ്ങ പിഴിഞ്ഞിട്ട് പാലെടുത്തിട്ടുണ്ട്. അത് പാലെടുക്കുമ്പോൾ നമുക്ക് ഒറ്റ പാൽ മാത്രം എടുത്താൽ മതി. ആ പാലെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പാലായിട്ട് എടുക്കണം. ഇനി നമുക്ക് തക്കാളി കറിയാക്കാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ഏറ്റവും തന്നെ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വളർന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഈ സവോള നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പതുക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ സവോളയൊക്കെ ഒന്ന് വളർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൊരിക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. ഈ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. നമ്മുടെ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. നമ്മൾ മുളക് പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഗരം മസാല നമുക്ക് കറിയുടെ ഏറ്റവും അവസാനം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. കറിയിലേക്ക് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തക്കാളി നമുക്ക് പകുതി ഒന്ന് വേവിക്കുക. തക്കാളി മുഴുവനും വേവേണ്ട ആവശ്യമില്ല. പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ആ തക്കാളി പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തക്കാളി ഉടച്ചു കൊടുക്കരുത്. നമുക്കത് മൂടി വയ്ക്കാം. നമ്മൾ തക്കാളി പകുതി ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി നമുക്ക് കറി നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്.